ഇപ്പോഴത്തെ മൂവി മേക്കേഴ്സിന് അവരുടെ ഒരു ഫിലിം സക്സസ് ആയില്ലെങ്കിൽ അവരുടെ ഡയറക്ടർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആക്ടേഴ്സ് വരെ അവരുടെ ഫിലിം അവർക്ക് പ്രതീക്ഷിച്ച ഒരു സക്സസ്സിലേക്ക് എത്തിയില്ലെങ്കിൽ അവർക്ക് പൊതുവെ ഒരു ടെൻഡൻസി ഉണ്ട് മൂവി റിവ്യൂവേഴ്സിനെയും മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്തു അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നൊരു ടെൻഡൻസി ഉണ്ട്. ബട്ട് ഓൾമോസ്റ്റ് ഒരു 10 years മുന്നേ തിയേറ്ററിൽ ബോക്സ് ഓഫീസ് ഡിസാസ്റ്റർ ആയിട്ടും അതിന് ശേഷം വൺ സക്സസ് ആയിട്ടുള്ളൊരു മൂവി ഫ്രാഞ്ചൈസ് ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന, അല്ലെങ്കിൽ കാലം തെറ്റി ഇറങ്ങിയെന്ന് നമുക്ക് ശരിക്കും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതാണ് ആട് 1 ആൻഡ് അതിൻ്റെ സക്സസ്ഫുൾ സീക്വൽ ആയിട്ടുള്ള ആട് 2. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ന മൂവി ആദ്യമായിട്ടായിരിക്കും ഫെയിലിയർ ആയ ഒരു മൂവി കൾട്ട് സ്റ്റാറ്റസിലേക്ക് പോകുന്നത്. മാത്രമല്ല ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഡിസാസ്റ്റർ ആയ ഒരു മൂവിക്ക് ഒരു സീക്വലിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നത്. ശരിയാണ്. ആട് 2015 റിലീസായ സമയത്ത് ജയസൂര്യനെ പോലെയുള്ള ഒരു അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു ആളുണ്ടായിട്ടും, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു കാസ്റ്റ് ഉണ്ടായിട്ട് പോലും ആ സിനിമയ്ക്ക് തിയേറ്ററിൽ അധികം ഓടാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് മേ ബി ആ സമയത്ത് ഓഡിയൻസിന് അവരുടെ ഒരു കൺവെൻഷനൽ ഹ്യൂമറും നരേറ്റീവും ഒന്നും വർക്കായിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഇത്രയും നാൾ കഴിഞ്ഞ് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അന്നത്തെ ഓഡിയൻസിന് അത് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കും മേ ബി ഒരു റീസൺ. അത് മാത്രമല്ല, പിന്നെ ഈ സിനിമ ഇറങ്ങിയ സമയത്തും ഇതിന് വേണ്ടത്ര പ്രമോഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. സോ ഇതൊക്കെ ആയിരിക്കാം അതിന് ഫെയിലിയർ ആവാനുള്ള ഒരു കാരണം. ഈ സിനിമ ഇറങ്ങിയതും കുറേ പേരൊന്നും അറിഞ്ഞിട്ടില്ല. ചിലപ്പം അതും ഈ മൂവിയുടെ ഫെയിലിയറിനൊരു കാരണം ആയിരിക്കാം. അതിനുശേഷമാണേലും ഈ മൂവി ഏഷ്യാനെറ്റ് പോലുള്ള ഒരു വലിയ ചാനലിലൊക്കെ വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ അത് ഡിസേർവ് ചെയ്തൊരു റെക്കഗ്നിഷൻ കിട്ടിയത് സിനിമയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ഈ സിനിമ അവൈലബിൾ ആയപ്പോൾ കുറച്ചും കൂടെ ഒരു വലിയ ഓഡിയൻസിലേക്ക് സിനിമ എത്തി. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് യങ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു പോപ്പുലാരിറ്റി കിട്ടാനായിട്ട് ഈ TV-യിൽ വന്നതൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ മൂവി TV-യിൽ വന്നതിന് ശേഷം ഇതിലെ BGMസും ഇതിൻ്റെ ക്യാരക്ടേഴ്സും ഒക്കെ ഭയങ്കര ട്രെൻഡായി മാറിയായിരുന്നു. അന്നത്തെ കാലത്ത് കോളേജിലൊക്കെ ഈ ഒരു സാധനം ഭയങ്കര ട്രെൻഡായിരുന്നു. അന്ന് കോളേജിലെ സ്റ്റുഡൻസ് ഒക്കെ ഇത് സ്ക്രീനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കോളേജുകളിലൊക്കെ. ലൈക്ക് ട്രെൻഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പോലും ഇവിടെ അത്ര പോപ്പുലർ അല്ലാത്ത സമയത്താണ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു വലിയ എന്താ പറയുക ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ ഷാജിപ്പാപ്പൻ്റെ പോലുള്ള എന്താ പറയുക ഒരു ബ്ലാക്കും റെഡും അങ്ങനെ ഡബിൾ സൈഡ് മുണ്ട് അതൊക്കെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലാണെങ്കിലും ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴാണെങ്കിലും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും കാണാൻ പറ്റും. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിലെ പാട്ടുകളും BGMകളും ഒക്കെ ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, പണ്ട് ഏതൊരു വടംവലി പരിപാടിക്കും ഇപ്പോഴാണേലും അതിലെ പാട്ടുകളൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഓണത്തിൻ്റെ ഒക്കെ. അതെ അതെ. പിന്നെ നമുക്കിതിൽ നിന്ന് ഒരുപാട് ലൈക്ക് ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക ഷാജിപ്പാപ്പനായാലും സർബത്ത് ഷമീർ, പിന്നെ സാത്താൻ സേവിയർ, ഡ്യൂഡ് എന്നിങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. മീംസിൻ്റെ രൂപത്തിലായാലും ഇപ്പോഴും സ്റ്റിക്കേഴ്സും വാട്സപ്പ് സ്റ്റിക്കേഴ്സിലൊക്കെ എപ്പോഴും കാണുന്ന കുറച്ച് മുഖങ്ങളാണ് ഈ സിനിമയിൽ നിന്ന്. ഈവൻ ഹീറോ ക്യാരക്ടറിനേക്കാളും കൂടുതലായിട്ട് സൈഡ് ക്യാരക്ടേഴ്സിന് ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത്. ഇത് ട്രെൻഡാകുന്നതിന് ട്രോൾ പേജസിനും മീം പേജസിനും ഒക്കെ ഒരു വലിയ പങ്കുണ്ടായിരുന്നു. പണ്ട് ഈ സീൻ ബൈ സീനൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. കുറേ പേജസിലൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വരാം. പിന്നെ ആണെങ്കിലും ആട് 2 2 വർഷം കഴിഞ്ഞ് 2017 ഇറങ്ങിയപ്പോൾ അതൊരു ഭയങ്കര ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. എല്ലാവരും ആഘോഷിച്ച ഒരു സിനിമയാണ്. അതുമാത്രമല്ല, ഈ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു കൾട്ട് ഫോളോയിങ് വെച്ച് മാത്രമാണ് അവർ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് വരെ ചെയ്തത്. അത് ശരി. അത് ഇപ്പോൾ ആട് 3 വരാൻ പോകുന്നത്. ആദ്യത്തെ 2 പാർട്ടിലാണേലും നമ്മൾ ഒട്ടും മടി കൂടാതെ കണ്ട് ഒരു മടുപ്പും കൂടെ ഫീൽ ചെയ്യാതൊരു പടമാണ് ആട് 3 ആണെങ്കിലും നമ്മൾ അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആട് 1 ഒരു മിറക്കിൾ മൂവി ആയിട്ടാണ്. കാരണം ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ ഒരു കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റാൻ പറ്റും എന്നൊക്കെ കാണിച്ചു തന്നെ, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് കാണിച്ചു തന്നൊരു സിനിമയാണ് ആട് 1. അതല്ലെങ്കിൽ 2 ആണെങ്കിലും അതിൻ്റെ ഒരു സക്സസ് നമുക്കതൊന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആട് 3ക്ക് വേണ്ടി നീ പറഞ്ഞ പോലെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കൊടുത്ത്. പക്ഷെ ആ ഹൈപ്പ് കൂടി ആ സിനിമയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കരുതെന്ന് നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം.